സുപ്രീം കോടതി പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിശ്ചയിക്കണമെന്നാണ്. എന്നിട്ട് മുഖ്യമന്ത്രി എവിടെ? തിരക്കാണത്രേ, തിരക്കോട് തിരക്ക്. അങ്ങനെ മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും മുഖ്യമന്ത്രി പറയാൻ പറഞ്ഞു വിട്ടു എന്ന ഭാവത്തിൽ ലോക്ഭവനിലേക്ക് എത്തി. നിങ്ങളുടെ മുഖ്യമന്ത്രി എവിടെ? എന്താണ് ലോക്ഭവനിലേക്ക് വരാത്തത്? നിങ്ങൾ വിട്ടത് എന്തിനാണ്? വരാൻ പറ പിണറായിയോട്, അല്ലാതെ ഒന്നും നടക്കില്ലെന്നായിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നിലപാട്. വൈസ് ചാൻസലർ നിയമന തർക്കത്തിൽ ഗവർണർ ശക്തമായ നിലപാട് വീണ്ടും ഘടിപ്പിച്ചതോടെ മുഖ്യമന്ത്രിയുടെ ദൂതുമായി എത്തിയ മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും ലോക്ഭവൻ വിട്ട് ഇറങ്ങി ഓടുകയായിരുന്നു. ഗവർണർ ഇരുവരും ഓടിച്ചു വിട്ടു. അങ്ങനെ ഇത്തവണയും VC വിഷയത്തിൽ സർക്കാരിന്റെ അനുനയ നീക്കം പാളിപ്പോയി. പിണറായി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും ഗവർണറെ ലോക്ഭവനിലെത്തി കണ്ടെങ്കിലും താൻ നിശ്ചയിച്ചവർ യോഗ്യർ തന്നെ എന്ന നിലപാടിൽ ഉറച്ചു നിന്നു ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി എത്താത്തത് എന്ത് കാരണം കൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നും ഗവർണർ മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. പക്ഷേ മന്ത്രിമാർക്ക് അതിന് വ്യക്തമായ മറുപടിയൊന്നും ഇല്ലായിരുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കാർ ഗവർണറുമായി അനുനയ ചർച്ചകൾ നടത്തിയത്. സംസ്ഥാനവും ഗവർണറും തമ്മിൽ സമവായത്തിലെത്തിയില്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ VCമാരെ നേരിട്ട് നിർദ്ദേശിക്കുമെന്ന കർശന താക്കീത് നൽകിയിരുന്നു. ജസ്റ്റിസുമാരായ JB പർദിവാല, പ്രസന്ന B വരാലെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിനായി റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി സുധാൻഷു ധൂലി അധ്യക്ഷനായ 2 സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു. അവർ നൽകിയ പട്ടികയിൽ നിന്നുള്ള പേരുകളാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോരിന് ആധാരവും. ഡിജിറ്റൽ സർവകലാശാല VC സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി കൈമാറിയ പട്ടികയിൽ ഡോക്ടർ ജിൻ ജോസ്, ഡോക്ടർ പ്രിയ ചന്ദ്രൻ എന്നിവർക്ക് 3, 4 സ്ഥാനമാണ്. സാങ്കേതിക സർവകലാശാല VCയായി ഡോക്ടർ GR ബിന്ദു, ഡോക്ടർ പ്രിയ ചന്ദ്രൻ എന്നിവരുടെ പേരുകൾ 2, 3 സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഗവർണർ ചൂണ്ടിക്കാട്ടിയത് ഡോക്ടർ സിസ തോമസിനെയും ഡോക്ടർ പ്രിയ ചന്ദ്രനെയും നിയമിക്കണമെന്നായിരുന്നു. ഇതാണ് തർക്കത്തിന് കാരണമായത്. അങ്ങനെയെങ്കിൽ ആരെ നിയമിക്കണമെന്നത് മുഖ്യമന്ത്രിയും ഗവർണറും ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ എന്നായി സുപ്രീം കോടതി. പക്ഷേ അത് പൊളിഞ്ഞ് പാളീസാകുകയായിരുന്നു. മുഖ്യമന്ത്രി ചെന്ന് ഗവർണറെ കാണണ്ടേ, അല്ലാതെ ഗവർണർ സെക്രട്ടേറിയറ്റിലോ ക്ലിഫ് ഹൗസിലോ ചെന്ന് മുഖ്യമന്ത്രി കാണുകയാണോ? അതല്ലല്ലോ കീഴ്വഴക്കം. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. വിരട്ടി ഓട്ടിച്ച് വിട്ടതൊക്കെ ഇരിക്കും. ഇനി പിണറായിക്ക് കിട്ടാനിരിക്കുന്നത് സുപ്രീം കോടതി വക താറ്റലുമാണ്.